സുന്ദരേശ് എന്ത് ഇവിടെ? സുന്ദരേശാ കൊഴക്കള്ള നീ എന്തിവിടെ? അമ്മയുടെ കോഴിക്കളർ എന്നുള്ള എന്റെ ഓമന പേര് അറിയാന്നുള്ള ആരാണ് ഈ പഞ്ചായത്തിലെന്ന് ഞാൻ നോക്കായിരുന്നു. നീ എന്താ ഇവിടെ? ആന്തര ഞാനല്ലേ അങ്ങോട്ട് ചോദിച്ചാ നീ എന്തിവിടെ? അതിരിക്കട്ടെ, നീ ഇപ്പൊ ദൂഷ്യം പഠിപ്പിരൊക്കെ നിർത്തി ഡ്രൈവർ പണിയായ? ദൂഷ്യം പഠിപ്പി മറ്റേ ട്യൂട്ടോറിയല്ലേ? ഓ അങ്ങനെ. അമ്മണ നീ ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്തെന്നടാ ഡ്രൈവർ പണിയൊക്കെ ചെയ്ത് ജീവിതങ്ങൾ തുളയ്ക്കണ? അമ്മണ ഞാൻ തിരിച്ച് നീ ഇപ്പൊ ബാങ്കിലാ കോളേജിലൊക്കെ ജോലിയിട്ട് സുഖമായിട്ട് ജീവിക്കായിരിക്കും. പഠിക്കുന്ന സമയത്ത് നിനക്കൊരു വലിയ ആഗ്രഹമില്ലേ മുതലാളി ആവണമെന്ന്? അതിപ്പോ എന്തെങ്കിലും ആവട്ടെ, നിന്റെ വിശേഷങ്ങൾ പറ. ഞാൻ ഈ കോളനിയിൽ ഒരു സ്ക്രിപ്റ്റ് ഇടയൊക്കെ തുടങ്ങി, ഒരു എമൗണ്ടായി. ഇപ്പോലെ രക്ഷയൊന്നുമില്ല, പിന്നെ ആൾക്കാർ കൂടിയൊക്കെ അങ്ങ് തട്ടിമുട്ടിയൊക്കെ പോണ്. അതിരിക്കട്ടെ, നിനക്ക് ഡ്രൈവർ പണി മാത്രമേ ഉള്ള? ഡ്രൈവർ കം മരുമകൻ അളിയാ. ഞാൻ ഒരു പുളിങ്കൊമ്പിലല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. പുളിങ്കമ്പി കയറി പിടിച്ചാൻ തരുന്ന തൂങ്ങാനാ? ഛേ മച്ചമ്പി, ഞാൻ ഇപ്പൊ പഴയ അശോനൊന്നുമല്ല. എന്റെ സെറ്റപ്പ് ഒക്കെ മാറി. എന്റെ കല്യാണവും കഴിഞ്ഞു. കഷിയേത്? നീ അറിയും, നമ്മൾ അനന്തമൊലാളില്ലേ, അങ്ങേരെ നീ കെട്ടിയത്? പോടാ. അങ്ങേരുടെ മോളെ ഈ അശോകനല്ലേ കല്യാണം കഴിച്ചത്? ഇവിടെ തള്ള, അങ്ങേര് നല്ല കായലുള്ള സെറ്റപ്പ് വേച്ചല്ലേ? കാപറയ്ക്ക് നിന്നെ എങ്ങനെയാ മരുവനായിട്ട് തെരഞ്ഞെടുത്തത് അയാളല്ല, അയാളുടെ മോള മായ. അവൾ എന്നെ സ്നേഹിച്ചു. ചുറ്റുപാട് തിരക്കിയപ്പോ സംഗതി കൊള്ളാൻ തോന്നി, കെട്ടി. അത് പൊളിക്കാതെ തന്നെ. അമ്മണ കേട്ടിട്ട് എനിക്ക് എല്ലാം മായായിട്ട് എന്നെ എനിക്കും. ഞങ്ങൾ ഇന്നലെ മുതൽ ഈ വീട്ടിൽ താമസമാക്കി. അത് ശരി. നമുക്ക് അത്തരം വേണ്ട, ഞാൻ ആഹാരമെല്ലാം കഴിച്ചു. ഞാൻ ഇപ്പൊ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിറങ്ങിയാണ്. എടേ, നിനക്ക് വേറൊരു വേലയില്ലേ? ഇനി എന്തിനാ ജോലി? അമ്മായിയപ്പൻ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്, അനുഭവിച്ച് തീർക്കാന്നുള്ളത് എന്റെ യോഗം. അങ്ങനെ സോപ്പിട്ട് ഇതെല്ലാം സ്വന്തമാക്കണം, അതാണ് എന്റെ ഐഡിയ. അമ്മണ അത് കൊള്ളാം. ഇതുപോലെ ഒരു അമ്മായിയപ്പനെ ഞാൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. കിട്ടിയ പത്രമല്ലേ? അതെ, അത് വേണോ അളിയ. കാരണം ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണക്കാരനാണെന്ന് വിചാരിച്ചാലും നടക്കൂല. എന്നാ നീ നിക്കല്ലേ? നീ അങ്ങോട്ട്. എനിക്ക് ഞാൻ പിന്നെ പുതിയൊരു കഥയുടെ വഴിത്തിരി അന്വേഷിച്ച് നടക്കുകയാണ്. എന്നിട്ട് കിട്ടിയോ? ഇപ്പൊ കിട്ടി. വാ, വട്ടായോ? പണക്കാരന്റെ മകളെ കയ്യും പിടിച്ചോണ്ട് അവൻ കോളനിയിലേക്ക് കയറി വന്നു. ജീവിതങ്ങളെ ശാന്തസുന്ദരമായ തെളിനീർ തടാകമായിട്ടാണ് അവന് തോന്നിയത്. പക്ഷേ ഒരടിയൊഴുക്ക്, ഒരു കലങ്ങിമറിച്ചിൽ അതെന്നെങ്കിലും ഉണ്ടാവുമെന്ന് ആ പണക്കാരനായ പാവപ്പെട്ട അമ്മാവൻ അറിയായിരുന്നു. വില്ലനാണവൻ, നെരുപ്പ്. അതിനുവേണ്ടി അയാൾ നല്ല തെളിവുള്ള എണ്ണയെടുത്ത് കയ്യിലോട്ട് ഒഴിച്ചിട്ട് കുത്തനെ കണ്ണിലോട്ട് ഒഴിച്ചിട്ട് കാത്തിരുന്ന്. എന്തരന് പറഞ്ഞുതരാം, പുതിയൊരു കലക്ക് മറിച്ചിലിന് കണ്ണോർത്തുകൊണ്ട് തള്ളേ അമ്മാവനാണ് ഇതിലെ താരം. പൊളപ്പായി. ചേച്ചി ചെല്ല്, ഇത് എന്നെ ഒളിച്ചിരിക്കായിരിക്കും. അതോ നിൽക്കുന്നു. ചെല്ല് ചെല്ല്. അയ്യോ, ഇത് CI പ്രകാശ് കുമാർ സാറിന്റെ ഭാര്യ, പേര് സുമ. ഞങ്ങള് അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കായിരുന്നു. പുതിയ അതിഥികൾ ഈ കോളനി വരുമ്പോ ഞങ്ങൾ വേണ്ടേ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ? പിന്നെ പ്രകാശ് കുമാർ സാറാണ് ഈ കോളനിയുടെ പ്രസിഡന്റ്. ചേച്ചിക്ക് ഈ കോളനിയെ കുറിച്ചോ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും കുറിച്ചോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ ചേച്ചിയോട് പറഞ്ഞാ മതി. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇതുവരെ ആരെ കുറിച്ച് പരാതി നൽകാൻ ഇടവന്നിട്ടില്ല. എന്നാലും മായ സൂക്ഷിക്കണം. കൊതിയും നുണയും പറഞ്ഞു വരുന്ന ചില കക്ഷികളുണ്ട്, സഹകരിപ്പിക്കാൻ കൊള്ളാത്ത. സത്യം. ഹസ്ബൻഡിന് എന്താ ജോലി? ലെക്ചററാണ്. എവിടെ? എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ. ഡാഡിക്ക് ബിസിനസ് ആണല്ലേ? അതെ. എന്ത് ബിസിനസ്? എക്സ്പോർട്ട് ഇമ്പോർട്ട്, അങ്ങനെ ഒരുപാട് ബിസിനസ് ഉണ്ട്. പ്രകാശേട്ടന്റെ ഡാഡിക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്. അല്ല, ഇതാരാ? ഇത് അത് പിന്നെ ഞാൻ സുമച്ചേച്ചിയുടെ ഡാഡിയുടെ മമ്മിയുടെ അനിയന്റെ ചേട്ടന്റെ മൂത്ത മോന്റെ അനിയൻ മണി. ഓക്കേ ഓക്കേ ഓക്കേ, അകത്തേക്കിരിക്കാം. അയ്യോ, ഇപ്പൊ തീരെ സമയമില്ല. മാത്രമല്ല നേരെ ഇരുട്ടി തുടങ്ങി. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കേറിയേ ഉള്ളൂ. ബൈ ദ ബൈ, ഹസ്ബൻഡിന്റെ പേരെന്താ? അശോക് കുമാർ PA. അപ്പൊ അശോക് വന്നിട്ട് ഞങ്ങൾ വരാം. ഓ ശരി.
ഇത് അപൂർവ ജനിസിൽപ്പെട്ട പെൺപുലിയാണ് ചേച്ചി. എന്നാ പോട്ടെ, ആ, ശരി. രാത്രി യാത്രയില്ല. എന്റെ അശോകേട്ടൻ വെറുതെ കിടന്ന് കഷ്ടപ്പെടുക. എന്താ മായേ? അച്ഛൻ ഈ പാവയ്ക്കാൻ നീരും വാഴപ്പിണ്ടി ജ്യൂസും ഒന്നും കുടിക്കാൻ പോകുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ കൊടുത്താൽ അങ്കിള് കുടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും. എന്തോ എനിക്ക് വിശ്വാസം പോരേ. നോക്കുമായേ, വണ്ടിയിൽ വെച്ച് ഞാൻ നാരങ്ങ എടുത്ത് നീട്ടിയപ്പോൾ അങ്കിള് ചോദിച്ചാട്ടോ ലഡ്ഡു ആണോന്ന്. കണ്ണ് തെറ്റിയ അങ്കിള് മധുരം കഴിക്കും. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. പ്രമേഹത്തിന് പറ്റിയ ഈ ഔഷധ ജ്യൂസ് പതിവായി കഴിച്ചാൽ അല്പം മധുരം കഴിക്കണമെന്ന് കൊതി തോന്നി കഴിച്ചാൽ പോലും കുഴപ്പമൊന്നുമില്ല. ആ വന്ന് വന്ന് ഞാൻ വരുമ്പോഴും ഏട്ടൻ അച്ഛന്റെ സ്വന്തം മോനുമായിരിക്കുക. ശരിയാ, എനിക്ക് സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ദൈവം കൊണ്ടുവന്ന അച്ഛനാണ് എൻ്റെ അങ്കിള്. മനസ്സിലായോ? ആ പിന്നെ ഏട്ടാ, അശോകേട്ടാ, നമുക്ക് ഈ കോളനിയിലുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ആ, അത് പറഞ്ഞപ്പോഴല്ലേ ഒരു കാര്യം ഞാൻ ഓർത്തത്. മായയോട് ഞാൻ അത് പറയാൻ മറന്നു. എന്താ? നമ്മുടെ CK ഈ കോളനിയിലാണ് താമസിക്കുന്നത്. ഏത് CK? സുന്ദരേശൻ, CK സുന്ദരേശൻ. ഓ, സീരിയൽ എഴുത്തുകാര സുന്ദരേശനോ? ആ, അവൻ ഈ കോളനിയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി വന്നവനാ. മനസ്സിലായില്ല. ഈ കോളനിയെക്കുറിച്ച് കഥ എഴുതാനാ അവനോട് തമ്പടിച്ചിരിക്കുന്നത്. ബഹുരസവുമായ ഇവിടുത്തെ കഥകള്. ഒരു സിംഹവും ഒരു പുലി ഈ കോളനിയിലുണ്ട്. സിംഹം ആരെ, പുലി ആര്? ചാക്കോച്ചൻ എന്ന സിംഹം, പ്രകാശ് കുമാർ എന്ന പുലി. ആ, രണ്ടിനെ നമ്മൾ നേരിട്ട് പരിചയപ്പെടാൻ പോവാണ്. അതിനുമുമ്പ് ഈ ജ്യൂസ് അങ്കിളിന് കൊണ്ടേ കൊടുത്തിട്ട് വരാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ചായ കിട്ടിയില്ലല്ലോ. ഇന്നു മുതൽ പഴയ ചില ചിട്ടകളും ശീലങ്ങളും ഒക്കെ അങ്കിൾ മാറ്റണം. ഇതെന്താ? പാവയ്ക്ക ജ്യൂസ്. പാവയ്ക്ക ജ്യൂസോ? അതും രാവിലെയോ? അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ എനിക്ക് തീരെ ശ്രദ്ധ പോരെന്ന അശോകേട്ടന്റെ പരാതി. രാവിലെ ഒരു ഗ്ലാസ് പാവയ്ക്ക ജ്യൂസ്, അല്ലെങ്കിൽ വാഴപ്പിണ്ടി നീര്. ബുദ്ധിമുട്ടാണെങ്കിലും അങ്കിൾ ഇത് കഴിക്കണം. ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമായിക്കോളും. ഇന്നലെ പഞ്ചസാര ചേർത്ത് ചായ തന്നേന് ഏട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ മോനെ? അത് പിന്നെ അങ്കിൾ ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹം കൊള്ളാം. പക്ഷേ സമയമാകുമ്പോൾ അവിടെ നിന്നൊരു വിളി വരും. അപ്പോൾ പോയല്ലേ പറ്റൂ. അങ്കിൾ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ. പിണങ്ങണ്ട. അതിങ്ങട് ഇനി ഇതിൻ്റെ പേരിലൊരു വിഷമം വേണ്ട. അങ്കിളിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇത് പതിവാക്കിയാൽ വല്ലപ്പോഴും അറിയാതെ ഇത്തിരി മധുരം കഴിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുടിക്കാല്ലേ? മരുമോനെ, മോളെ, ആ പിന്നെ അങ്കിൾ, രാവിലെ എണീറ്റ് ഒരല്പം എക്സസൈസ് ഒക്കെ ചെയ്യണം. തടി ഇപ്പം തന്നെ കൂടുതലാ. ഇതൊക്കെ വലിയ തടിയാണോ മോനെ? അല്ല, അഥവാ തടി അല്പം കൂടിയാലും ബാറിയാട്രിക് സർജറി ചെയ്ത് നമുക്ക് സ്ലിം ആക്കാമല്ലോ. അത് പ്രശ്നമല്ല. ബാറിയാട്രിക്കോ? അതെന്തുവാ? അയ്യോ അച്ഛാ, തടി കുറയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയ. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്താലോ അങ്കിളെ? നാളെ ആവട്ടെ മോനെ. നാളേക്കെന്നും പറഞ്ഞ് ഒന്നും ബാക്കി വയ്ക്കരുന്ന് അങ്കിളല്ലേ പറഞ്ഞത്? അതേതോ മഹാൻ പറഞ്ഞതാ. പക്ഷെ ഞാൻ കേട്ടത് മഹാനായ എൻ്റെ അങ്കിളുടെ നാവിന്ന. അങ്കിൾ, നമുക്കൊരു അല്പം എക്സസൈസ് ചെയ്താലോ? ഒരു 5 മിനിറ്റ്. എക്സർസൈസ് എങ്കിൽ എക്സർസൈസ്. വാ. ആ പിടി. കം കം. അങ്കിളെ, ഇപ്പൊ അറിയപ്പെടുന്ന എല്ലാ മുതലാളിമാർക്കും അറിയപ്പെടാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട്. കൊളസ്ട്രോൾ, ഷുഗർ, BP, അൾസർ. ശ്രദ്ധിച്ചാൽ ഇതിനൊന്നും പിടികൊടുക്കാതിരിക്കാം. അതിനാണ് ഈ എക്സസൈസ്. ഡെയിലി ചെയ്യണം. തുടങ്ങാം. ആ, കമാൺ. 1 2 3 4 5 6 7 8 9 10 11. മതി. അടുത്തത് ഇങ്ങനെ ഇങ്ങനെ. അങ്കിളെ പറഞ്ഞു വിടല്ലേ? അങ്കിളെ, അയ്യോ മതിലിടിച്ച്. ആരൊക്കെയുള്ളത്?
ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ആ വളരെ ഈസി അല്ലേ? ആ നല്ല സുഖമല്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ. ആ അടുത്തതാ ഇങ്ങനെ. ആ ഇങ്ങനെ. പിടിച്ചു. ഇത് അങ്ങ് ഒരു ബാലൻസും ഇല്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ബസ്കി എടുക്കാം. കമാൺ. ആ കൈ രണ്ടും നേരെ നേരെ. ആ സ്ട്രോങ് ആയിട്ട് പിടിച്ചോളാം. പൊങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെ. ആ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണമല്ല. പോരട്ടെ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ശരിയാവുന്നത്. ആ ഒന്നൂടെ ഒന്നൂടെ. മനുഷ്യനെ കൊണ്ട് തോറ്റി. അശോകൻ സാറ് പറഞ്ഞത് A to Z കറക്റ്റാണ്. നാളെ മുതൽ നമുക്ക് നടക്കാനാണ്. ഈ കോളനിയിൽ മിക്കവരും രാവിലെ നടക്കാറുണ്ട്. നാളെ ആവട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നടക്കാൻ ഇറങ്ങാം. കോളനിയിലുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. അതെ അങ്കിൾ, എക്സർസൈസ് ചെയ്യുമ്പോ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? നീ ഒന്ന് എഴുന്നേക്കോ മരുമോനെ. ആ ഇപ്പോഴത്തേക്ക് ഞാൻ എണീക്കാം. മനോഹര, നീ ചായ കുടിച്ചോ? ആ നമുക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോണം. അതൊക്കെ പോകാം. സാറിങ് വന്നേ, എന്താ കാര്യം? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വാ. അങ്കിളെ, ഒരു 15 പ്രാവശ്യം ചെയ്യണം. ആയിക്കോട്ടെ, എന്റെ നടു ഒടിഞ്ഞു. നീ ചോദിക്കാൻ പോകുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. ഈ എക്സസൈസ് ചെയ്യിക്കുന്നത് കണ്ടോണ്ടാണെങ്കിൽ ഇത് അങ്കിളിനെ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യിക്കുന്നൊന്നുമല്ല. അങ്കിളിന്റെ ആരോഗ്യ കാര്യത്തിൽ എനിക്ക് അല്പ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കാൻ പോണത് അതൊന്നുമല്ല. എനിക്ക് ഈ മാസത്തെ ശമ്പളം മുൻകൂറായി കിട്ടണം. എടാ, ഈ ശമ്പളത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്കിളല്ലേ നോക്കുന്നത്? ഇനി ശമ്പളത്തിന്റെ കാര്യം അശോക സാറിനോട് ചോദിച്ചാൽ മതി എന്ന് മുതലാളി പറഞ്ഞല്ലോ. അത് ശരി, അങ്കിൾ അങ്ങനെ പറഞ്ഞു. ഇനി എസ്റ്റേറ്റിന്റെയും തിയേറ്ററിന്റെയും കമ്പനിയുടെയൊക്കെ ചുമതല എൻ്റെ കയ്യിൽ വരും. വരാതെ എവിടെ പോവാനാ? അനന്തം പിള്ളയുടെ ഏക മരുമോൻ ഞാൻ മാത്രമാണല്ലോ. എല്ലാം സോപ്പിട്ട് നിന്ന് സ്വന്തമാക്കണം. അല്ല, ആ അശോകൻ സാറിന്റെ ഒന്നും അല്ല, മിണ്ടാത്ത. ശമ്പളത്തിന്റെ കാര്യമല്ലേ? ആ ഞാൻ തരും. തരണം. തരാന്ന് പറഞ്ഞില്ലേ? ഇവന് ജോലി കൊടുത്തതും പോരാ, ഇനി ശമ്പളം കൂടെ കൊടുക്കണമെന്ന്. ഇത് എവിടുത്തെ നിയമം? നമസ്കാരം മുതലാളി. ആ നമസ്കാരം നമസ്കാരം. എന്താ നാരായണ രാവിലെ? അല്ല മുതലാളി, ഒരു സെർവന്റിന്റെ കാര്യം എന്നോട് പറഞ്ഞു. അവർ 2 ദിവസം കഴിഞ്ഞേ വരൂ. അങ്ങനെയാണെങ്കിൽ വേറെ ആളെ നോക്കാം. അല്ല, ഞാൻ പറഞ്ഞ ആളെ വിശ്വസിച്ച് ഇവിടെ നിർത്താം. അടുക്കള ജോലിയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തോളും. ആ നാരായണന്റെ ഇഷ്ടം. ഇവിടെ താമസിക്കുന്ന അനന്ത മുതലാളിയാണെന്ന് പറഞ്ഞിട്ട് പലർക്കും വിശ്വാസം വരുന്നില്ല. എല്ലാവരും പേര് മാത്രമല്ലേ മുതലാളി കേട്ടിട്ടുള്ളൂ, ആളെ കണ്ടിട്ടില്ലല്ലോ. ആ മോൻ രാവിലെ എങ്ങോട്ടാ? അങ്കിൾ അനുഗ്രഹിക്കണം. എങ്ങോട്ടാ മോനെ? യമനിലേക്ക്. ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. എന്നാ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. വേണ്ട അങ്കിളെ, വെറുതെ എന്തിനാ ഡീസൽ കളയുന്നു? പോട്ടെ, പോയിട്ട് വാ. ശരി. ഓ ആയിക്കോട്ടെ. മരുമോൻ എവിടെയാ ജോലി എന്ന് പറഞ്ഞേ? എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ കണക്ക് സാറാ. ആള് മിടുക്കനാ കേട്ടോ. ബഹുമിടുക്കനാ. അതെ. അനന്തം മുതലാളിയുടെ മരുമോനാണെന്നുള്ള യാതൊരു അഹന്തയും അശോകനില്ല. ബെസ്റ്റ് മരുമകൻ. കറക്റ്റ് കേട്ടോ. മനോഹര, നിനക്ക് ഈ ചപ്പാത്തി ഒഴിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, ഈ മാവ് നെയ്യാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കുഴക്കണം. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴയട്ടെ. അല്ല, നീ പണ്ട് ഹോട്ടൽ ജോലിയൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടിയിട്ടുള്ളതുകൊണ്ട് ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ട് കാണൂല. ദേ, എല്ലാവരും 1/2 മണിക്കൂറിൽ റെഡിയാക്കണം. അസുഖം ഉള്ളതുകൊണ്ട് കറക്റ്റ് സമയത്ത് അങ്ങനെ ആഹാരം കിട്ടണം, അല്ലെങ്കിൽ വിറയലുണ്ടാവും. ആരെ കേൾപ്പിക്കാൻ വേണ്ടി കിടന്ന് കാരണത്? അമ്മായിയപ്പനെ കേൾപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അയാൾ ബാത്റൂമില്ല. ചായ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടു. ആ ജഗ്ഗിലുണ്ട്, ഒഴിച്ചുകൂടി. ഒന്ന് ഒഴിച്ചാടേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്നെ സ്ഥിരമായിട്ട് അടുക്കള ജോലിക്ക് നിർത്താനുള്ള പരിപാടിയെങ്കിൽ ഞാൻ കളഞ്ഞിട്ടു പറഞ്ഞേക്കാം. ഓ, 2 ദിവസം കഴിയുമ്പോൾ സർവന്റിനെ അപ്പോയിന്റ് ചെയ്യല്ലേ? അതുവരെ ചെറിയൊരു ഹെൽപ്പ് അത്രേ ഉള്ളടാ. അങ്കിളിന് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും കൂടി കൂടി വരികയാണ്. കുറച്ച് കാശ് തട്ടിയെടുക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉടനെ കണ്ടുപിടിക്കണം. എന്താണൊരു വഴി?
ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? മനോര, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? മായിരുന്നോളൂ. പാവം 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും ശരിയാവുന്നില്ലല്ലേ? Breakfast. അങ്കിളിന് വിശപ്പ് തുടങ്ങി കാണും. ഇൻസുലിൻ എടുക്കാവുള്ളല്ലേ? ആ നാരായണൻ ജോലിക്കാരുടെ കാര്യം പറഞ്ഞിട്ട് എന്തായി? 2 ദിവസത്തിനുള്ളിൽ വരുമെന്നാ പറഞ്ഞത്. ആർക്കറിയാം. മായ വിഷമിക്കണ്ട, ഞാൻ നാരായണനെ ചെന്ന് കണ്ട് ഉടനെ ഒരാളിനെ ഏർപ്പാടാക്കി തരാം. പറയണം. പറയും. ഉം. ഡേ എന്തോന്നടേ താളം ചവിട്ടി നിൽക്കുന്നത്? പതുക്കെ മതി, പതുക്കെ മതി. സൗകര്യം പോലെ മതി, സൗകര്യം പോലെ മതി. മര്യാദക്ക് പണിയെടുക്കാനും സമ്മതിക്കൂല. പൂമലളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. നീയായിരുന്നോ? പേടിച്ചു പോയി. മറ്റേ കാര്യം എന്ത് കാര്യം? ആ മറ്റേ AKS ഇവിടെ ഫണ്ടിന്റെ കാര്യം. ഓ, ആന്നും നടക്കത്തില്ലേ? വമ്പം പാർട്ടിക്കാർക്ക് പോലും അയാൾ ഇപ്പൊ പിരിവ് കൊടുക്കത്തില്ല. ആ വേണ്ടത് നമ്മുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തൂടെ? അതെന്തിന്? നിസാര പൈസയല്ലേ ഉള്ളൂ. എത്ര രൂപ? 1000 രൂപ. ഓ, 1000 രൂപ. മലയാളി 8 എടുക്കാൻ പറ. എന്ത് ഒരാൾക്ക് എന്തിനാണ് 8-10 മെമ്പർഷിപ്പ്? ഒന്ന് പോരെ? അനന്ത മുതലാളി സാധാരണക്കാരനല്ലല്ലോ, കുബേരനല്ലേ കുബേരൻ. എന്ന് വെച്ച് ചോദിക്കുന്നതിന് ഒരു മര്യാദ ഇല്ലടേ. എടെ ആവശ്യക്കാരൻ ഔചിത്യല്ലോ. എന്ന് വെച്ച് നീ എവിടെ ഇത്ര ധൃതിക്ക് പോകുന്നത്? പോയിട്ട് എനിക്ക് 100 കൂട്ടം പരിപാടികളാ. എന്നാ നീ ഒന്ന് പോ. മാറിപ്പോളെ. ഞാൻ എന്തിനാ ഇവന്റെ പുറകെ നടക്കുന്നത്? ഇവന്റെ പുറകെ നടക്കുന്ന സമയം ഉണ്ടെങ്കിൽ അനന്ത മുതലാളി നേരിട്ട് ചോദിച്ചാൽ എനിക്ക് പൈസ തരും. നിങ്ങൾ വാ. ഓ പറഞ്ഞാലും ഞാൻ മാത്രമേ ഉള്ളല്ലേ. എന്താ അങ്കിൾ, തലവേനുണ്ടോ? ഇല്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. മുഖത്തൊരു വല്ലായ്മ ഉണ്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി. മോൻ എവിടെ പോയിരുന്നു? ഒരാളെ കാണണമായിരുന്നു, കണ്ടു. അങ്കിളിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ മോനെ? നാളെ മുതൽ ഞാൻ എമിനന്റിൽ ജോലിക്ക് പോകുന്നില്ല. 1 മാസം വായിട്ടലച്ച എത്ര രൂപ കിട്ടും? പരമാവധി 22,000 രൂപ. അനന്ത മുതലാളിയുടെ മരുമോന് പാരൽ കോളേജ് പഠിപ്പിച്ചിട്ട് വേണോ കുടുംബം പുലർത്താനെന്ന് പലരും ചോദിച്ചു. അതൊരു അന്തസ്സുള്ള പണിയല്ലേ? ആണ്. പക്ഷേ നമ്മളെന്തിന് നമ്മുടെ ബ്രെയിനി സമയമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കണം? ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. അതെന്തായാലും നല്ലൊരു കാര്യ. തുച്ഛമായ ഒരു 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സംഗതി നമുക്ക് അങ്ങ് തുടങ്ങാം. ബാക്കി അങ്കിളിന്റെ പ്രോപ്പർട്ടി ഏതെങ്കിലും പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ആ, ഇതിനു മുമ്പ് മോൻ ചില പ്രോജക്റ്റുകൾ തുടങ്ങാനായി 8-10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അങ്കിളെ, ഇത് അതുപോലെയല്ല. നമ്മളിപ്പോൾ സിറ്റിയിലാണ് താമസിക്കുന്നത്, ചിലവ് കൂടും. അതിനനുസരിച്ച് വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ നോക്കണ്ടേ? അത് വേണം. പക്ഷേ ഞാൻ ആരോടും പറയണ്ടെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത്. മുതലാളി എന്ന പേരേ എനിക്കുള്ളൂ. ഞാൻ ഭയങ്കര കടത്തിലാണ്. ഇതൊക്കെ ഞാൻ കടം വാങ്ങിയോടെ ലിസ്റ്റാ. കടം വാങ്ങി തുടങ്ങിയ ബിസിനസ്സുകൾ പലതും 7 നിലയിൽ പൊട്ടി. എല്ലാം ജപ്തിയുടെ നിഴലില്ല. എന്നിട്ട് ഞാൻ ഷോ കാണിച്ച് നിൽക്കുകയായിരുന്നു. എല്ലാം ഒരു മായ. എൻ്റെ കയ്യിൽ ഇനി 5 നയാ പൈസ എടുക്കാനില്ല. വീട് ജപ്തിയിലാവുമെന്ന് അറിഞ്ഞതുകൊണ്ടാ വാടക വീട് ഒപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നത്. ഇനി മരുമോൻ വേണം എനിക്ക് ചെലവിന് തരാൻ. അച്ഛൻ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? നിന്നാണ് മോളെ, ഞാൻ പറഞ്ഞതൊക്കെ പകല് പോലെ സത്യങ്ങളാ. പിന്നെ എൻ്റെ മരുമോൻ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുമാത്രമാണ് ആശ്വാസം. ഇപ്പൊ നീ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളൊക്കെ മുക്കുവണ്ണങ്ങളാണെന്ന സത്യം തിരിച്ചറിഞ്ഞാലും അശോകൻ എന്നെ കൈവിടില്ല. എന്റെ ഭവാനി, പിച്ചക്കാരനായ ഒരു മുതലാളിയാണോ നീ എനിക്ക് അമ്മാവനായി കണ്ടുവച്ചിരുന്നു? അതവന്റെ മനസ്സിലേറ്റ ഇടിവെട്ടായിരുന്നു. സമചിത്തത നഷ്ടപ്പെടുമെന്ന് തോന്നിയ അവസരത്തിൽ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് മിഴിച്ച കണ്ണുകൾ തുറന്നു വച്ചു. തള്ള തെങ്ങിന്റെ മുട്ടില്ല ഞാൻ വന്ന് കിടന്നത്. തള്ളേതാ ഒച്ചങ്ങല്ല റെഡി ആയിട്ടിരിക്കണം വീഴാൻ വേണ്ടി. വീണ മണ്ട വളരും. പാപ്പരായ അമ്മായിയപ്പനെയും കൊണ്ട് എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം തള്ളി നീക്കും? അമ്മായിയപ്പന്മാരെ കൃഷി ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ച മരുമക്കൾക്കെല്ലാം ഇതുപോലൊരു ചതിക്കുഴിയിൽ വീഴേണ്ടതായി വരും.
ഉറപ്പ്. അന്തർദേശീയ പുഷ്പഫല സസ്യ മത്സരം ജവഹർ കോളനിയിൽ കൊള്ളാം. ഇനിയിപ്പോ കോളനിയിലെ പെണ്ണുങ്ങൾക്കൊരു ഉത്സവമാണേ. ഓ, അനന്തം മുതലാളിയോടൊന്ന് പറയാം. ഇതെന്തായാലും കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇതുപോലൊരു ഗതികേട് ആർക്കും വരുത്തരുതേ ഭഗവാനെ. മോനെ ദേഹത്തോടരുത് കേട്ടോ. എന്തോ വേണം? ഇൻസുലിൻ തീർന്നു. ബെസ്റ്റ്. മൊബൈൽ ഫോണിന്റെ ബാലൻസ് എറിഞ്ഞിട്ട് ദിവസം 4 ആയി. അത് റീചാർജ് ചെയ്യാൻ നിവർത്തിയില്ലായിരിക്കുക. അപ്പോഴാണ് ഇയാളുടെ ഒടുക്കത്തൊരു ഇൻസുലിൻ. ഒരു കാര്യം ചെയ്യ്, ആ കയ്യിലോ കഴുത്തലോ കിടക്കുന്നതൊക്കെ കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇൻസുലിനോ കുൻസുലിനോ ഒക്കെ വാങ്ങിക്കും. ഇതൊക്കെ മുക്കാശോക. ഓ, അത് ശരി, മുക്കാണല്ലേ. മുക്കാത്തത് എന്തെങ്കിലും ഒന്നുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ ഒരു കാര്യം പറയാം. എന്ത് കാര്യം? കള്ളത്തരത്തിൽ നിൽക്കുന്ന ഈ ആഡംബരം ഇതുപോലെ തന്നെ അങ്ങ് നിൽക്കട്ടെ. ഇല്ല, അനന്തം മുതലാളിയുടെ ഇന്നത്തെ അവസ്ഥ എല്ലാവരും അറിയണം. ഇതുവരെ ഒരു ഷോയിലങ്ങ് ജീവിച്ചു. ഓ, ഞാൻ പറയും പോലെ കേക്കുവേ. ഈ കോളനിയിൽ നിങ്ങൾ കാശുകാരൻ അനന്തം മുതലാളിയാണ്. ആ പേര് അങ്ങനെ തന്നെ നിൽക്കട്ടെ. കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും കഴിച്ചത് ചപ്പാത്തിയും ചിക്കൻ മഷ്റൂം ആണെന്നേ പറയാവൂ. ഇയാൾക്ക് പിന്നെ കള്ളം പറയുന്നതിൽ ഒരു ഉളുപ്പുമില്ലല്ലോ. ഞാൻ മരുമോൻ പറയും പോലെ കേട്ടോളാം. കേട്ടേ പറ്റൂ, അല്ലെങ്കിലേ അമ്മാവനാണെന്നോ ഞാൻ നോക്കൂല. ഉഷാകേട്ടൻ, ഞാനൊരു കാര്യം പറയാം. അച്ഛൻ തൽക്കാലം ഇവിടെ നിൽക്കണ്ട. ജപ്തി തീരുന്നവരെ അങ്ങ് നാട്ടിൽ പോയി നിൽക്കട്ടെ. അത് കറക്റ്റ്.